സർ, CPI-യുടെ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പൊതുവെ ഉയർന്നു വന്നത് പാർട്ടിക്കും മന്ത്രിസഭയ്ക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള ഒരു വിമർശനമാണ്. മുഖ്യമന്ത്രിയുടേത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്നാണ് തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ CPI ഉന്നയിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാവുന്നു എന്നാണോ CPI പറഞ്ഞു വയ്ക്കുന്നത്? എങ്ങനെ നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കും? ഈ കമ്മ്യൂണിസം അളക്കാനുള്ള ഇടപാടൊന്നും CPI ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അവരെ എന്ത് മാപിഞ്ഞു വെച്ചാണ് കമ്മ്യൂണിസത്തിനെ അളക്കുന്നതെന്നും സംശയമുണ്ട്. ഏത് ഭരണത്തിലും ഇത്തിക്കണ്ണിയായിട്ട് കൂടിയിട്ട് സ്വന്തം കാര്യം നടപ്പാക്കിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPI എല്ലാ കാലത്തും. അത് അടിയന്തരാവസ്ഥയിൽ കരുണാകരന്റെ കൂടെ ഇരുന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം കരുണാകരൻ കരിഞ്ഞു തുടങ്ങി എന്ന് സംശയിച്ചപ്പോൾ, അതായത് ഇത്തിക്കണ്ണി അത് പിടിച്ച് മുഴുവൻ കരിച്ചതിന് ശേഷമാണ് ഈ ഇത്തിക്കണ്ണി അപ്പോഴും നശിക്കില്ല, അടുത്ത മരത്തിലേക്ക് ചാടി LDF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതിലേക്ക് LDF ഉണ്ടാക്കിയത് CPM ആണ്, CPM-ന്റെ നേതൃത്വത്തിലാണ്. അവരിപ്പോൾ അവകാശപ്പെടുന്നത് അങ്ങനൊന്നുമല്ല, ഞങ്ങളാണ് LDF ഉണ്ടാക്കിയെന്നൊക്കെയാണ്. CPI-യുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇത്തിക്കണ്ണി സ്വഭാവമാണ്. ആരുടെ കൂടെയും കൂട്ടുകൂടും. ഇനിയിപ്പം വീണ്ടും തിരിച്ച് VD സതീശന്റെ മേത്ത് പറ്റിക്കൂടാനുള്ള പരിപാടിക്ക് ഉള്ള ഒരു തുടക്കമാകും. കാരണം ഈ CPI-യെ സംബന്ധിച്ചിടത്തോളം CPI-യിലെ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ ഒരു ഭരണത്തിലൊരു ഉള്ളത്. അതില് VS സുനിൽകുമാറിന് അസ്വസ്ഥ ഉണ്ടാകും. VS സുനിൽകുമാറിന്റെയും K രാജന്റെയും തട്ടകമാണ് തൃശ്ശൂര്. അവിടെ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ ഒരു എതിർപ്പ് കാണും. K രാജൻ ഇപ്പോൾ മന്ത്രിയാണ്, ചെറിയ മന്ത്രി ഒന്നുമല്ല, റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്സിലുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് CPI-യില് ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകും. സുനിൽകുമാറിനും ആഗ്രഹമുള്ളൊരു, അദ്ദേഹവും എനിക്ക് തോന്നുന്നു ഇപ്പം കൊടുങ്ങല്ലൂർ MLA ആണെന്നാണ് തോന്നുന്നത്, അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ടാണ് K രാജന് മന്ത്രിസ്ഥാനം കിട്ടിയത്. അന്ന് കാനം ഉണ്ടായിരുന്നു. കാനത്തിന് ശേഷം സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹമാണ്, ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം എന്ന് പറയുന്നത് കേരളത്തിലൊന്നും ഒതുങ്ങേണ്ട ഒരു നേതാവല്ല. അദ്ദേഹം അഖിലേന്ത്യാ തലത്തിലേക്ക് പോകേണ്ട ഒരു നേതാവാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സുനിൽകുമാറിന്റെ ഈ പ്രസ്താവന, അതായത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയും പിന്നീട് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയൊക്കെയാണ് പിണറായി വിജയന്റെ കമ്മ്യൂണിസം അളക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വന്നോ മുഖ്യമന്ത്രിയുടെ എതിർപ്പ് സമ്പാദിക്കണമെന്നോ ഒന്നുമല്ല. ഈ മുട്ടിടിക്കുന്ന ബിനോയ് വിശ്വത്തിനെ, മുഖ്യമന്ത്രിയെ കണ്ടാൽ ബിനോയ് വിശ്വത്തിന്റെ മുട്ടിടിക്കുന്നു എന്നാണ് ആ പ്രസ്താവനയിൽ കണ്ടത്. CPI-കാരുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരീ പണ്ട് സ്കൂളുകളിലൊക്കെ സാഹിത്യ സമാജം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച ലാസ്റ്റ് അവറോ മറ്റോ ആണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് സാഹിത്യ സമാജം എന്ന് പറഞ്ഞൊരു പിരിവ്, മലയാള അധ്യാപകനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകനോ ഒക്കെ അധ്യക്ഷം വഹിക്കുന്ന ഒരു ഇതാണ്. അവിടെ ഈ പ്രസംഗ മത്സരമൊക്കെ സംഘടിപ്പിക്കും. അപ്പൊ നല്ല പ്രാസംഗികരെയൊക്കെ അധ്യാപകർ പിറ്റേ ദിവസം തിങ്കളാഴ്ചത്തെ അസംബ്ലിയിൽ അനുമോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. CPI-യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, CPI-ക്കകത്ത് പ്രവർത്തിക്കണ്ട, നിങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട, ജനയുഗത്തിന്റെ വരിക്കാരെ തേടി നടക്കണ്ട, പിന്നെ ജാഥ നയിക്കണ്ട, ഇതൊരു പരിപാടിയും ചെയ്യണ്ട. നല്ല പ്രാസംഗികനാകുകയാണെങ്കിൽ CPI-യിൽ നല്ല നേതാവാകും. നല്ല നേതാവെന്നല്ല, അറിയപ്പെടുന്ന നേതാവാകും. അതാണ്. ഭരണപ്രാഗൽഭ്യമൊന്നും വിഷയമല്ല. ചന്ദ്രശേഖരൻ നായർക്കും VK രാജനും ഒക്കെ ശേഷം പ്രാഗൽഭ്യത്തോടുകൂടി ഭരിച്ചിട്ടുള്ള CPI-കാരുടെ എണ്ണം വളരെ വിരളമാണ്.
ഇ ചന്ദ്രശേഖരൻ നായർ എന്താണ് സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിൽ മാവേലി സ്റ്റോർ വന്നത്. കാരണം അദ്ദേഹം അന്നത്തെ സാഹചര്യം കണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു നയം സ്വീകരിക്കുകയും അത് നടപ്പാക്കിയെടുക്കുകയും ചെയ്തു. അതുപോലെ ടൂറിസം വികസനത്തിന് ഒരു അടിത്തറ ഉണ്ടാക്കിയതും ഈ ചന്ദ്രശേഖരൻ നായരാണ്. അതുപോലെ വി കെ രാജനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുത്തത്. അദ്ദേഹത്തിന് പക്ഷെ അധികം കാലം മന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം നിര്യാതനായി. അല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ കാർഷിക രംഗം ഒന്നുകൂടി മെച്ചപ്പെടുമായിരുന്നു. ഇപ്പോൾ ഉള്ള അതിനുശേഷം ഈ CPI മന്ത്രിമാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ വളരെ ആകർഷകമായ പ്രസംഗങ്ങൾ നടത്തും. അവര് ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ആങ്കേഴ്സ് ആണ്, ആങ്കറിങ് നടത്തുന്ന പോലത്തെയുള്ള കക്ഷികളാണ് CPIക്കാര്. അപ്പൊ ഈ പ്രസ്താവന എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് ഒരു ദിശ കാണാൻ പറ്റും. അതായത് ഈ ബിനോയ് വിശ്വം ആണിപ്പോൾ കേരള പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറി. അദ്ദേഹത്തിന് മിക്കവാറും അഖിലേന്ത്യാ തലത്തിലേക്ക് ഇവർ കയറ്റി അയക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു ചുറ്റുപാടൊരുക്കലല്ലേ പിണറായി വിജയന്റെ മേത്ത് ചാരിക്കൊണ്ടുള്ള ഈ പ്രസ്താവന എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് മുട്ടുപറയ്ക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഡി രാജയുടെ കാലാവധി ഏതാണ്ട് തീരാറായി. ബിനോയ് വിശ്വത്തിന് ദേശീയ തലത്തിലേക്ക് പോകുന്നതിൻ്റെ അകത്ത് അതൃപ്തി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല MA ബേബിക്ക് ഒരു കൂട്ടമായിരിക്കും ഇദ്ദേഹം അവിടെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴാണ് ഇവിടെ പിന്നീട് ഈ പാർട്ടിയെ പിടിക്കുക. ഈ പാർട്ടിയെ പിടിക്കുന്നതിൻ്റെ അകത്ത് പിന്നീട് 2 അധികാര കേന്ദ്രങ്ങൾ വരും. ആ അധികാര കേന്ദ്രങ്ങളിൽ ആരാണ് VS സുനിൽകുമാറാണോ വിജയിക്കുക? കഴിഞ്ഞ തവണയും VS സുനിൽകുമാറിന്റെ പേര് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. VS സുനിൽകുമാറാണോ വിജയിക്കുക, അതോ ആലപ്പുഴയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന TJ ആഞ്ചലോസ് ആണോ അതിൻ്റെ അകത്ത് വിജയിക്കുക എന്നാണ് കണ്ടറിയുന്നത്. അതിന്റെ ഒരു കർട്ടൻ റൈസർ ആയിട്ടാണ് ഇത്തരം പ്രസ്താവനകളെ അല്ലെങ്കിൽ ഇത്തരം CPIയിലെ ഇത്തരം പ്രസംഗങ്ങളെ ഇനി അവര് സ്വാഭാവികമായിട്ട് ഇത്തരം പ്രസംഗങ്ങൾ കൂടുതൽ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരികയും ഈ പ്രസംഗ മത്സരത്തിൽ ആരാണോ വിജയിയാകുന്നത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകാനുമാണ് സാധ്യത. TJ ആഞ്ചലോസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസംഗത്തിനോടൊപ്പം പ്രവർത്തനം അറിയാവുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗുരു VS അച്യുതാനന്ദനാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പം ഈ പറയുന്ന CPI പിണറായി വിജയന്റെ കമ്മ്യൂണിസം അളക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പിണറായി വിജയനെതിരെയുള്ളതല്ല, അത് അവരുടെ പാർട്ടിക്കകത്തുള്ള ചില സംഘർഷങ്ങളാണ്. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നൊന്നും പറയാനൊക്കെ ഇല്ല, ചായയിൽ വീണ് ഇഴയുന്ന ഉറുമ്പിന്റെ അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ എടുക്കാം. അതുകൊണ്ട് അതിൽ കൂടുതൽ സീരിയസ്നെസ് ഒന്നും തൽക്കാലം ഈ വിഷയത്തിനില്ല. അവരിനിയും പറയും ഓരോ അടുത്ത സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ്. അവിടെ വീണ്ടും ഇദ്ദേഹം തന്നെ ബിനോയ് വിശ്വം തന്നെ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ചാണ്ടിഗഡിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവരുടെ പാർട്ടി കോൺഗ്രസോ നടക്കാൻ പോകുന്നത്. അവിടെ വെച്ചായിരിക്കും ഈ പറയുന്ന കൈമാറ്റം നടക്കുക. ബിനോയ് വിശ്വത്തിനെ ഡൽഹിക്ക് വിടുക, ഇവിടെ പുതിയ സെക്രട്ടറി വരിക. ആ സെക്രട്ടറി എന്തായാലും മുഖ്യമന്ത്രിക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്ന ഒരു കക്ഷിയാവാം ഒന്നുകിൽ, ഇല്ലെങ്കിൽ VD സതീശന് അനുകൂലമായ തീരുമാനം എടുക്കുന്ന ഒരാളായിരിക്കും. ഇതാണ് ഇനി കണ്ടറിയാനുള്ളത്.
എന്തായാലും CPI ജില്ലാ സമ്മേളനം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനമാണ് അവർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടേത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്നാണ് CPI ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അശോക് സാരി പറഞ്ഞതുപോലെ CPI ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസം എന്താണെന്നുള്ളതാണ് ഇനി മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.